ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ അജ്വിൻ ഫയാസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇന്ന് ഭയങ്കര ഞാൻ എക്സൈറ്റഡാ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഒരുപാട് നാളായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. റീസെന്റ് കുറെ ഗെയിംസിന്റെ വീഡിയോ ഇട്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട്, എൻ്റെ സ്വന്തം വീഡിയോ ആയിട്ട് എനിക്ക് ആവത്തില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ മുമ്പ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു 2020 ആണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ തുടങ്ങുന്നത്. ആ ഒരു ടൈം മുതൽ എൻ്റെ ഒരു ഫേസ് റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ 2021 ഒക്കെ ആയപ്പോഴും ഞാൻ കോളേജ് ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് കുറേ നാളെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം സ്റ്റഡീസ് നിങ്ങൾക്കറിയാം. അതിനുശേഷം ഞാൻ വീഡിയോസ് ഇടുമെങ്കിലും വല്ലപ്പോഴും മാത്രമായി. പിന്നെ എൻ്റെ കൂട്ടുകാർ ഡാൻസ് കളിക്കുന്നതായാലും പിന്നെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ചിലരൊക്കെ ഞാൻ റിമൂവ് ചെയ്തത്, ചിലർ ഇപ്പോഴും അവിടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാം, ഷോർട്സിൽ നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഡാൻസ് കളിക്കുന്നത് കാണാം, നല്ല ഡാൻസാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം ഒരു ഫോട്ടോ വെച്ച് ഞാൻ വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കോളേജ് തുറന്നപ്പോൾ ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് 2024 ആയപ്പോൾ എൻ്റെ കോളേജ് ലൈഫ് തീർന്ന് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്, കാരണം നമ്മളെ കൂട്ടുകാരൊക്കെ വിട്ടു പോകുന്നതല്ലേ. അപ്പോൾ അതൊക്കെയാണ് കുറേ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ റീ ഓപ്പണിങ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്താലോ. അതായത് നമ്മൾ കുറേ നാൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 1.5 മാസമായി കാണും, നമുക്ക് ഹിപ്പിയുടെ ഒരു QR സ്കാൻ ചെയ്താൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മെസ്സിയുടെ ഒക്കെ വെച്ചൊരു പടം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും ചിലവർക്കെങ്കിലും. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാവരും ചെയ്യുന്ന കണക്ക് ഒട്ടും കരുതിയില്ലാതെ വിൻ ചെയ്യുന്നത്. ഞാൻ കരുതി വേറെ വലിയ വലിയ ഗിഫ്റ്റൊക്കെ ആയിരിക്കും. അവസാനമാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടത്തില്ലെങ്കിൽ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിന്, എത്രയോ ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ്. അപ്പോൾ അത് ചെറിയ രീതിയിൽ അൺബോക്സിങ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ റീ ഓപ്പണിങ് ചെയ്യുന്നതായിരിക്കല്ലേ നല്ലത്. അപ്പോൾ തുടക്കം റീ ഓപ്പണിങ് ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ കരുതി. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഹിപ്പിയുടെ പേര് നമ്മളുടെ നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അർജന്റീനയുടെ പേരുണ്ട്, ഗോട്ട്, നമ്മുടെ മെസ്സിയുടെ പറഞ്ഞതുപോലെ നമ്മുടെ മെസ്സിയുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അത് കൊള്ളാം. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എന്തോന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ലാസ്റ്റ് കണ്ടാൽ മതി. എന്തായാലും നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അതിന് മുമ്പിട്ട് കത്രിക വേണം. അപ്പൊ ഗായ്സ്, ഞാൻ കത്രിക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് എടുത്ത് കാണിച്ച്. അപ്പൊ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഇസ്മി പറഞ്ഞ ഞാൻ തുടങ്ങാം. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലുള്ള എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വീണ്ടും എന്തെങ്കിലും നോക്കട്ടെ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഗിഫ്റ്റ്. ഗോട്ടയുടെ പേരുണ്ട്. വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, എന്നാലും എൻ്റെ എനിക്ക് സന്തോഷത്തിനുണ്ട്. ഒരു ഫ്രിഡ്ജിൽ, നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്ന ഒരു മാഗ്നറ്റ് ഉണ്ടല്ലോ, ആ സാധനമാണ്. വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല. പിന്നെ ഇനി ഈ വീഡിയോക്ക് എന്ത് ടൈറ്റിൽ ഇടുന്ന ഇനി ഞാൻ ആലോചിക്കേണ്ടത്. കാരണം ഞാൻ കോളേജിൽ പോയിരുന്നു, കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നേരത്തെ വന്നതിനെ എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. വീട്ടിൽ വന്നതിന് ശേഷം ഞാനാണ് ഈ കൊറിയർ സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതെനിക്ക് തരാനുണ്ട്, കൊറിയർ ആയിട്ടാണ് അയച്ചത്. അപ്പം ഞാൻ മെസ്സേജ് ഒന്നും കാണുന്നില്ല, കോളൊന്നും കാണുന്നില്ല. അവസാനം ഒരു 6 മണിയോട് അടുപ്പിച്ചൊക്കെ ആയപ്പോൾ, അല്ലെങ്കിൽ 5:45 അടുപ്പിച്ചായപ്പോൾ എനിക്കൊരു കോൾ വന്നിട്ട് പറയുന്നത് ഒരു കൊറിയർ ഉണ്ട്, ഇന്നടുത്ത് വരണം, ഇത് നമ്മൾ സ്വന്തം വാങ്ങിക്കൊണ്ട് പോകണം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണിത്. ഞാൻ ചിന്തിക്കുന്നില്ല ഇത് എന്തിൻ്റെ ഗിഫ്റ്റാണോ അല്ലെങ്കിൽ ഇത് എന്ത് കൊറിയർ ആണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ചെന്നപ്പോഴാണ് ഇപ്പിയുടെ പേര് പറഞ്ഞപ്പോൾ ഓക്കെ കത്തി
സംഭവം ഇതാണെന്ന്. പക്ഷെ ഞാൻ കരുതി ഈ കുറേ നാൾ കഴിയും, അല്ലെങ്കിൽ ആ കാര്യം വിട്ടുപോയി കാണും, അങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷെ അവരെ അയച്ചെന്ന് മറക്കാതെ അവരെ അയച്ചെന്ന് നമ്മുടെ മെസ്സിയുടെ ലയണൽ മെസ്സിയുടെ ബർത്ത്ഡേ കൂടി വരുന്നതിൻ്റെ മുന്നോടി തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ഇത് ഫ്രിഡ്ജിലൂടെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ഇനി എന്ത് ടൈറ്റ് എഴുതുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പം ഈ ഒരു നിമിഷം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പോയി വാങ്ങിയിട്ട് വന്ന് അപ്പം തന്നെ വീഡിയോ ഇടുവാണ്. ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ കണ്ടന്റ് നോക്കി നടക്കുമായിരുന്നു. ഓക്കെ, കണ്ടന്റ് നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പം ഗായ്സ്, നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലും കൂടി കൊള്ളാം. സാധനം കൊള്ളാം, നല്ല വേണം, പുതിയ സാധനത്തിന് വേണം. അപ്പം ബാക്കി നമുക്ക് കാണാൻ പറ്റും ഒരു മാഗ്നറ്റ് ആണ്. ചെറുതായിട്ട് ഒരു പൊടി കണക്ക് തുടയ്ക്കാം. കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്ന കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറക്കരുതല്ലോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണോട് നിൽക്കുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടും. അപ്പോൾ ഇതേ കണക്കത്തെ കുറേ വീഡിയോസ് ഇനിയും വരും, പ്രതീക്ഷിക്കണം. ഇനി എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ അടിച്ചോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊന്ന് ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, റിഫ്ലക്ഷൻ അടിക്കുന്നല്ലേ? എനിക്ക് ട്രൈപോഡല്ലേ ഗായ്സ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ സാരി വെച്ചിട്ടാണ്. നമ്മൾ വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ലല്ലോ, വലിയ യൂട്യൂബേഴ്സ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം. പറ്റിച്ച് ഒട്ടുന്നില്ല ഗായ്സ്, ഒട്ടുന്നില്ല. ഒട്ടുന്നില്ല, പറ്റിച്ച്. അപ്പൊ ഗായ്സ്, ചെറിയൊരു അബദ്ധമാണ് എനിക്ക് പറ്റിയത്. ഞാൻ അബദ്ധമാണ് തന്നെ കാണിച്ചത്, ഒരു വലിയ മണ്ടത്തര. കാരണം ഞാൻ ഒട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒട്ടിക്കാൻ നോക്കിയത് ഫ്രിഡ്ജിൻ്റെ ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിനകത്തായിരുന്നു ഞാൻ ഒട്ടിക്കാൻ നോക്കിയത്. പിന്നീട് ഉമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അത് ഗ്ലാസ് മെറ്റീരിയലല്ലേ, ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഒരു മെറ്റീരിയൽ ഉള്ളത്, അതിനകത്ത് മാത്രമേ ഒട്ടൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട്. സോറി, ഞാൻ ഊരിയെടുത്തത് തറയപ്പെടാ. സോറി. സാധനം കൊള്ളാം. ഇതാണ് ബാക്ക്, ഇതാണ് ഫ്രണ്ട്. ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അതൊരിക്കലും മറക്കരുത്. എന്നാൽ മാത്രമേ കിടലം വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് ആണ് ചാനലിൻ്റെ. എല്ലാവരും നല്ല സപ്പോർട്ട് തരണം. മാക്സിമം എനിക്ക് പ്രതീക്ഷിക്കാം, എനിക്കൊരു അടിക്കണം, 10K അടിക്കണം, അല്ലെങ്കിൽ 1M അടിക്കണം എന്നൊക്കെ ഉണ്ട്. സഹായിക്കുവാണെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.